എന്താണ്? ആമി ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. കാട്ടാനിറങ്ങും. ഏയ് 3:30 മണി കഴിഞ്ഞ പിന്നെ കാട്ടാനിറങ്ങും. സുനി 3:30 മണി കഴിഞ്ഞ് ഇവിടെ കാട്ടാനിറങ്ങും. സമയമുണ്ട്. അപ്പൊ അതെന്താന്ന് പറയും, ഇത് ബട്ടർഫ്ലൈ പാർക്കാണ്. അതെ ബട്ടർഫ്ലൈ പാർക്കാണ്. പല സീസൺ ഏതാണല്ലേ ഉണ്ട്. അത് അതിനെ മാത്രം വാച്ച് ചെയ്യണം ശരിക്കും. മതിയായിരുന്നു. ഇല്ല മതിയായാണ് നമ്മുടെ കാട്ടുകൊമ്പന്മാരെ കാണാൻ പോണത്. സുനിതാന, ചന്ദ്രു, പീലാണ്ടി ചന്ദ്രു. ഇവര് വെറും മണ്ടത്തിലോണ്ട് കാണിച്ചു ചേട്ടത്. ആ വെള്ളമൊക്കെ വരുമ്പോ വെറുതെ ഇട്ടേക്കാണ് കയറി പോകാതിരിക്കാൻ വേണ്ടി. മാന മനസ്സിലാവണ ഒന്നാമത് ഈ ഇതിന്റെ കളറും മ്ലാവിന്റെ കളറൊക്കെ ഒരേപോലെ അതാണ് കാണൂല, പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടൂല. അവിടെ കിടപ്പുണ്ട് കുറെ. എന്താ മ്ലാവ്, പക്ഷെ ഇതിനെ കാട്ടി കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി. ഇത് തന്നെ ഇത് മാൻ തന്നെ സാധാ മാൻ. ഇതിന്റെ പേരെന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. ദിവൻഡ. കുറച്ച് ശരി കുറവുകൊണ്ടടി. തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് കാട്ടിലായിരുന്നു. എന്താണ് തേട എൻ്റെ ഒരു സ്ഥലം. അവിടെ ഒരു കുറേ പേരെ കൊന്നിട്ട് വനം വകുപ്പ് അതിനെ പിടിച്ച് കയറ്റാൻ. ആ ഇത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. ഞാൻ ഇടയില് ഒരാൾ നിക്കണ പെട്ടെന്ന് അറിയൂല. എത്ര വയസ്സുണ്ടെന്ന് നോക്കി ഞങ്ങൾക്ക്. ചെവിയിലുണ്ടാ അത് തറച്ചു വെച്ചേക്കണായിരിക്കും എന്തെങ്കിലും. 55 വയസ്സായില്ലേ ഈ കൊച്ചിന് കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു. ഒച്ച ഉണ്ടാക്കി എന്നിട്ടാണ് 4 വഴിക്ക് ഓടാൻ. സുനിത 55 വയസ്സ്. അവിടെയാണ് ആനേനെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. എടാ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആന അല്ല, കാട്ടിൽ നിന്ന് കിട്ടുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കും. എന്നിട്ട് നാട്ടാനേക്കും എല്ലാത്തിനും. ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് പീലാണ്ടി ചന്ദ്രുവാണ്. പീലാണ്ടി ചന്ദ്രു എത്രമാത്രം ഇണങ്ങിയെന്ന് അറിയാൻ പാടില്ല. അവൻ്റെ മണം കണ്ട എത്ര ദൂരമില്ല, ആ ചൂര് മാറില്ല, ഭയങ്കര ദൂരം. ഇവിടെ ഉണ്ട് അതവരായിട്ടില്ല, അതവർ ഡേഞ്ചറസ് ആണ്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. ഞാൻ